തക്കാളിക്കറി പെട്ടെന്ന് ഒരു ചെറിയൊരു കുക്കിംഗ് വേണമെന്നുണ്ട്, പെട്ടെന്ന് റെഡിയാക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനെ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങൾ ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്കി ഇതിനകത്ത് ചേർക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ വെളുത്തുള്ളി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അല്ലികളിലുള്ള സ്ട്രെങ്ത്തൊക്കെ പോവും. അപ്പോൾ അതിന് പറ്റിയ പണിയാണ്. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ പൊടിച്ച് വെച്ചിട്ട് കുപ്പിക്കകത്ത് വെച്ചിരുന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചിട്ട് 2 ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് ഉപ്പും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്താൽ മതി. ഞാൻ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ നമുക്കെടുത്ത് ചതച്ച് ഇങ്ങനെ ബോർഡിൽ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ച് ചേർക്കാവുന്നതാണ്. ഇഞ്ചി ആയാലും പച്ചമുളക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സാധനം റെഡിയാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടി കിട്ടും, സ്വാദം ഉണ്ടാവും എന്ന് തോന്നിയാൽ ഒരു ടിപ്പുണ്ട്. അതുപോലെ ചോറ് നമ്മൾ അരി വാർക്കുമ്പോൾ എന്തായാലും സമയമെടുക്കുമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചോറ് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു ചൂട് നമുക്ക് ഇതിനകത്ത് പ്രയോജനപ്പെടുത്താം. കുക്കറിനകത്ത് എക്സ്ട്രാ ഗ്യാസ് ചിലവാകാതെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നല്ല മൈ പോലെ വന്നിട്ടുണ്ട്. ചോറ് അരി വാർക്കുന്ന കൂട്ടത്തിൽ ഇത് ഇങ്ങനെ തൊലി ചെത്തിയിട്ട് നമ്മുടെ തക്കാളി കറിക്കകത്ത് ഇത് ചേർക്കാം. ചെറിയൊരു എന്താ പറയുക, ഒരു ഇത് വേണ്ടി ഡെൻസിറ്റി, അതായത് കട്ടിക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് കൂടെ ചേർന്ന് നല്ലൊരു സ്വാദാണ്. ഇതിങ്ങനെ ബോയിൽഡ് വെജിറ്റബിൾസ് പോലെ കഴിക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ഇങ്ങനെ വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, സവാള 2 സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കട്ടിക്കാക്കിയിട്ട് ഇനിയിപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നത് നല്ല ചൂടുവെള്ളമാണെങ്കിൽ അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ആവും. അല്ലെങ്കിൽ ആ പച്ചവെള്ളം ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് സംഭവം. അതുപോലെ തേങ്ങ ചിരവാൻ മടിയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കത്തിയുണ്ട്, ഇതുപോലത്തെ ഒരു കത്തിയുണ്ട്, ചെറുതായിട്ട് പൂളിയിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് 2 കറക്കിയാൽ നല്ല പൊടിയായിട്ടുള്ളൊരു സാധനം കോക്കനട്ട് റെഡി. ഇതിപ്പോൾ അരി വെന്തിട്ടുണ്ട്. ഇതങ്ങ് അരി വാർക്കാം. ചോറും റെഡി, ഉരുളക്കിഴങ്ങ് റെഡി. ഓഫാക്കി ഇതിനകത്ത് വേണമെങ്കിൽ ഈ വാർത്ത കഞ്ഞി തന്നെ ഒരു 1/2 ഗ്ലാസ് ചേർത്താൽ നല്ല കട്ടി കിട്ടും, സ്വാദും കിട്ടും, കട്ടിയും കിട്ടും, നല്ല ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു സൊല്യൂഷൻ. പച്ചവെള്ളം കഴിക്കുന്നതിനേക്കാളും ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കിതിനകത്ത് കൂട്ടാക്കാം. ഇപ്പം നമ്മളെന്തായാലും അപ്പോൾ 2 ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ടൊമാറ്റോ കറി ഉണ്ടാക്കി, തേങ്ങ ഇതുപോലെ ചിരമെടുത്തു. പുട്ടുണ്ടാക്കാൻ വേണ്ടി മാവെടുത്തപ്പം എനിക്ക് ഒരു അബദ്ധം പറ്റി. ഇത് പുട്ട് മാവല്ലായിരുന്നു, അപ്പപ്പൊടിയായിരുന്നു. എന്നാൽ ഒട്ടും ഞാൻ പുറകെ ആയില്ല. ആ തേങ്ങ എടുത്ത് പുട്ടിന് വേണ്ടി വെച്ചിരുന്ന തേങ്ങ എടുത്ത് ഇതിനകത്തിട്ടു. അതിന് കുറച്ച് പച്ചവെള്ളം വെച്ച് കുഴച്ച് ഇതുപോലെ കുഴക്കട്ടകളാക്കി. അപ്പോൾ ഇത് തൊട്ട് ഇനി അടുത്തത് ഇതുപോലെ ചോറ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. നല്ല വെള്ളത്തിലിട്ട് സമയത്തിനാണ്. പുട്ട് കഴിച്ച ഉടനെ തന്നെ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നി അപ്പോൾ വെള്ളത്തിൽ വെച്ച് ഇതുപോലെ വാർത്ത ചോറാണ്, ഇങ്ങനെ കിട്ടും. കുക്കർ ചോറൊന്നല്ല, നമ്മൾ അരി ഇതുപോലെ വാർക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ചോറ് തനിയെ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല കഴുകി ഇതിനകത്ത് ഇങ്ങനെ ആ ഒരു മുക്കാത്തിട്ട്, അതായത് ഒരു 85% വേവ് കഴിയുമ്പോൾ ഉള്ള ആ ചോറ് ഇതിനകത്ത് ചേർത്തിട്ട് വാർക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഇളക്കി വിട്ടാൽ ഈ ചൂട് ഇതിനകത്ത് ട്രാൻസ്ഫർ ആവുക. നേരത്തെ ഉള്ള ചോറ് ഇത്തിരി കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ചോറിങ്ങനെ ഫോൾഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് മുകളിൽ തട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ
ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചോറ് ഇങ്ങനെ എടുത്ത് ഒരു കൈപ്പിടി ചോറൊക്കെ അങ്ങനെ നമുക്ക് കുറച്ച് പച്ചരിയും പുഴുക്കലരിയും ഓരോ ഗ്ലാസ് വീതം ഇഡ്ഡലി മാവിൻ്റെ കൂടെയോ അരച്ച് ചേർക്കാവുന്നത്. മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ടിപ്സായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ പഴഞ്ചോറായിട്ട് കഴിക്കുന്നത് ചിലരുണ്ട്, ചിലർ അങ്ങനെ കളയാൻ നോക്കും. അങ്ങനെ കളയാതെ നമ്മൾ ഇനിയും എന്ത് ചെയ്യും, ചോറ് മാവിൻ്റെ അതായത് അരിമാവ് അരച്ച കൂട്ടത്തിൽ ഇത്തിരി മിക്സിയിൽ കുറച്ച് നന്നായിട്ട് ഈ ചോറ് നല്ല വെണ്ണ പോലെ അരച്ചങ്ങ് മാവിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉലുവായും കുറച്ച് ഉഴുന്നും കൂടെ, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, കുറച്ച് ഒരു 1/4 സ്പൂണ് ഉലുവായും ഇതുപോലെ 2 കൈപ്പിടി ചോറുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് പുഴുക്കലരി, 1/2 ഗ്ലാസ് പച്ചരി അല്ലെങ്കിൽ 3/4 ഗ്ലാസ് പച്ചരി ഇടാം. അതിൻ്റെ ബാക്കി വരുന്നത് ചോറിൻ്റെ ഭാഗമാണ്. കുറച്ച് ഉലുവായും കുറച്ച് ഉഴുന്നും കൂടെ അരച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് സൂപ്പറായിട്ടുള്ള ദോശയോ നമ്മുടെ അപ്പമോ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ വാർക്കും. ഇതിനകത്ത് കുരുമുളക് പൊടി, തക്കാളി കറിക്കും പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ കുരുമുളക് പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ ജലദോഷത്തിനൊക്കെ നല്ലതാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുരുമുളക് പൊടി. അങ്ങനെ കുരുമുളക് പൊടി ചേർക്കാം. മഴക്കാറ് ഇവിടെയാണ്. ഇനിയുണ്ട് ഒരു ടിപ്സും കൂടെ. നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ചമ്മന്തി ബാക്കിയുണ്ടെങ്കിൽ ടൊമാറ്റോ ചട്നി നിങ്ങൾ അരച്ച് വെച്ചു, രാവിലേക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചു ടൊമാറ്റോ ചട്നി. ഇതിപ്പം കേട് വന്നിട്ടില്ല, നല്ല ഉറപ്പുള്ള പക്ഷത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് മല്ലിയില കുറേ ചേർത്തിട്ടുണ്ട് ഈ ചട്നിക്കകത്ത്. അപ്പം അത് ബാക്കി വന്നു. അപ്പോൾ വരമുളക് നന്നായിട്ട് വഴറ്റി, ഉള്ളി വഴറ്റി, തക്കാളി ഇട്ട് നന്നായിട്ട് അരച്ച് ഉണ്ടാക്കിയ ചട്നിയാണ്. അത് കളയണ്ട, ഇതിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം. ഈ ചട്നി ഇങ്ങനെ ഇരുന്ന് പോകും. തക്കാളി കറി ഉണ്ടാക്കുമ്പോൾ ചട്നി ആരും എടുക്കത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായി ഉറപ്പ് വേണം. ഇപ്പം ഞാൻ രാവിലെ അരച്ച് വെച്ച ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു ബാക്കി. ഇപ്പോൾ വൈകിട്ട് നമ്മൾ ടൊമാറ്റോ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ തക്കാളി ചട്നിയിലും സെയിം ഉള്ളി, തക്കാളി, വറമുളക് ഒക്കെ അരച്ചതാണല്ലോ, മല്ലിയിലയും കൂടെ അരച്ചതാണെങ്കിൽ ആ ചട്നി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും. ആ ചമ്മന്തിയും തനിയെ വെക്കാതെ ഒന്നിച്ചാകുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റിയും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിൻ്റെ ഒരു തിക്നെസ്സും കൂടെ നന്നായിരിക്കും. അതുകൊണ്ട് ടൊമാറ്റോ ചട്നി ഉണ്ടെങ്കിൽ, കേട് വന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറിയിൽ ഉണ്ടാക്കുക. അന്നത്തെ ദിവസം തന്നെ ഇത് തീർക്കുകയും ചെയ്യും. അതുപോലെ ഫുഡ് ഐറ്റംസ് അധികം വെറുതെ കളയാതെ ഇങ്ങനെയൊക്കെ റീമേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പുളിച്ചു പോയ തൈരുണ്ടെങ്കിൽ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നതും കുറച്ചായിട്ട് കഷ്ണങ്ങളുള്ളപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൂട്ടുകറി ഉണ്ടാക്കുന്നതും അവിയൽ ഉണ്ടാക്കുന്നതും ഇതെല്ലാം ഇതേപോലെയാണ്. ഓരോ സാധനങ്ങളും ചെറുതായിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വേറെ